യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 തിരുവാക്യങ്ങൾ. 1. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അദ്ദേഹത്തിന്റെ ക്ഷമ വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. നിങ്ങൾ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിദ്വേഷമുണ്ടെങ്കിൽ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് അവരുമായിട്ട് രമ്യപ്പെടുക. അതേ കാര്യം യേശു കുരിശിൽ കിടന്നുകൊണ്ട് ചെയ്തു. യേശു തൻ്റെ ബലി പൂർത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു, ദാ ഈ നിൽക്കുന്ന കുറേ പേർക്ക് തന്നോട് ഒരു അനിഷ്ടമുണ്ട്. ഈശോ എന്താണ് ചെയ്തത്? രമ്യപ്പെടുക, പിതാവേ, അവരോട് ക്ഷമിക്കണമേ. രണ്ടാമത്തേത്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ആയിരിക്കും. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറുദീസയുടെ വാതിൽ മനുഷ്യകുലത്തിനായി തുറക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മൂന്നാമത്തേത്, അമ്മയോട് പറയുന്നു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവർ മനുഷ്യരോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് ഈ ശിഷ്യഗണത്തെ, സഭയെ മറിയത്തിന് ബലമേൽപ്പിക്കുന്നു. എന്നിട്ടോ മറിയത്തെ വണങ്ങാൻ, മറിയത്തെ പ്രഷ്യസ് ആയിട്ട് സ്വീകരിക്കാൻ മകനോട്, സഭയോട്, യോഹന്നാനോട് ആഹ്വാനം ചെയ്യുന്നു. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. ഇത് ബന്ധത്തിൻ്റെ വാക്യമാണ്. നാലാമത്തെ വാക്യം, ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയല്ലേ. അപ്പോൾ യേശുവിനുണ്ടായ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ ഉറവയ്ക്ക് ഇപ്പോൾ ദാഹിക്കുന്നു. കുരിശിൽ ഈശോ കടന്നുപോയ ദുരിതത്തെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന വാക്കാണ് എനിക്ക് ദാഹിക്കുന്നു. അഞ്ചാമത്തെ വാക്യം, 9-ാം മണിക്കൂർ ആയപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ഈശോയിലെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തുകയാണ് ഇവിടെ. കർത്താവിൻ്റെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിൽ നിലവിളിച്ചു. പക്ഷേ അവിടുത്തെ പ്രത്യാശ പിതാവിൽ അർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആറാമത്തെ വാക്യം, ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. വചനം മണ്ണിലിറങ്ങിയാൽ തിരുഹിതം നിറവേറ്റാതെ തിരിച്ചു പോകില്ല. അതുകൊണ്ടാണ് കുരിശിൽ ഈശോ പറയുന്നത്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഏഴാമത്തെ വാക്യം, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പിതാവിൽ നിന്ന് അകറ്റപ്പെട്ടതിൻ്റെ ദുരിതത്തിൽ, ക്ലേശത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ച നിത്യജീവന്റെ ഉറവ ഇപ്പോൾ പിതാവുമായ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുന്നു. പ്രിയമുള്ളവരെ, ഈ 7 വാക്യങ്ങൾ ആവർത്തിച്ച് വായിക്കുക.